നമസ്കാരം. ചെന്നിത്തല കോൺഗ്രസിനെ പിളർത്തും. ബി.ജെ.പിയിലേക്ക് ചേക്കേറാനാണോ ചെന്നിത്തല യാത്ര എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നു. കാരണം ഈ സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള പോര് ശക്തമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല, പക്ഷേ യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട്. സർവേ ഫലങ്ങളൊക്കെ വന്നല്ലോ. ആ സർവേ ഫലങ്ങളൊക്കെ എന്തിനാണ് ഈ രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞത്? അത് UDF ഒരു അതിർത്തിക്ക് കാരണമായി മാറുന്നു. സതീശന്റെ പേര് വന്നതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ട്. കേരളം എപ്പോഴും ആലോചിക്കുന്നത് ഭരണം മാറുമോ ഇല്ലയോ എന്ന് ഒരു വിലയിരുത്തൽ. ഇപ്പോൾ വിലയിരുത്താൻ പറ്റിയില്ല എങ്കിൽ കൂടി ഈ പോക്ക് പോയാൽ, ഇപ്പോഴത്തെ ഈ ഒരു പോക്കിലാണ് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന BD സതീശനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വെട്ടിനിരത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ ഇതിനൊക്കെ എന്താണ് നമ്മൾ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ? കാരണം UDFന് അനുകൂലമായിട്ടുള്ള ഒരു NDTV സർവേ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ ആധികാരികതയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. അപ്പോൾ തന്നെ ആ റിപ്പോർട്ട് വെച്ച് മുന്നോട്ട് പോകുവാനും പ്രചാരണം നടത്തുവാനും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ കഴിയുമോ? തള്ളിപ്പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തലനെ? അപ്പോൾ ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നത് എന്നാണ് ചെന്നിത്തല ഇതിനെതിരെ മറുപടി പറഞ്ഞത്. അതിനാൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ പേര് അതിനകത്തില്ലാത്തതിൽ താൻ സന്തോഷിക്കുന്നു എന്നൊക്കെ തുറന്നു പറഞ്ഞു പോയ ആളാണ് മുൻ ആഭ്യന്തരമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെന്നിത്തല. ആ ചെന്നിത്തലയെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും സതീശനെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടാണ്. പിണറായിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നതെങ്കിൽ പോലും ചെന്നിത്തല ഇത്തരമൊരു കടുത്ത പ്രതികരണം ചിലപ്പോൾ നടത്തുമായിരുന്നില്ല. പക്ഷെ അവിടെ BD സതീശൻ ഒന്നാം സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കേണ്ടി വന്നത്. K. കരുണാകരന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അതായത് വളരെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടും AICCയുടെ സെക്രട്ടറി ആയിട്ടും ദീർഘകാലം ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് I ഗ്രൂപ്പ് വിട്ടപ്പോൾ G. കാർത്തികനൊപ്പം ചേർന്ന് തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അന്ന് മുൻകൈ എടുത്തതും ഇതേ ചെന്നിത്തലയാണ്. അപ്പോൾ ഇതേ ചെന്നിത്തലയുടെ കീഴിൽ മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന BD സതീശനും KC വേണുഗോപാലും ഒക്കെ. K. കരുണാകരന്റെ മരണത്തോടെയാണ് I ഗ്രൂപ്പിന്റെ കടിഞ്ഞാൻ ചെന്നിത്തലയുടെ കൈകളിലെത്തുന്നത്. ഇതിന് പിന്നിൽ നടന്ന ഗ്രൂപ്പുകൾ എന്തൊക്കെയായിരുന്നു എന്നത് നമുക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദമായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ചെന്നിത്തലയുടെ ഒപ്പം നിഴലായി നിന്ന BD സതീശനും KC വേണുഗോപാലും ഒക്കെ ഇപ്പോൾ മാറി ചിന്തിച്ചിരിക്കുന്നത് രണ്ടുപേർക്കും രണ്ട് ഗ്രൂപ്പുകൾ വരെ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണവും KC വേണുഗോപാലിന്റെ AICCയുടെ പദവിയുമാണ് ചെന്നിത്തലയ്ക്ക് വിനയായി മാറിയതെന്ന് വേണമെങ്കിൽ പറയാം. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച് KC വേണുഗോപാൽ ആദ്യം ചെയ്തത് BD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കെ തന്നെ A ഗ്രൂപ്പിനെ പോലും പുലർത്തി T. സിദ്ദിഖിനെയും ഷാഫി പറമ്പിലിനെയും അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പലരെയും അതിനകത്ത് നിന്ന് അടർത്തി മാറ്റിയതും KC വേണുഗോപാലാണ്. KC ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ KC ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിൽ A ഗ്രൂപ്പിൽ നിന്നും I ഗ്രൂപ്പിൽ നിന്നും പലരും പോയതുമൊക്കെ ഇപ്പോൾ KCയുടെ ഗ്രൂപ്പിലേക്കാണ്. ഇതോടെ പാർട്ടിയിൽ കൂടുതൽ ദുർബലമായത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതോടെ സതീശനും കളി ആരംഭിച്ചു. പാർട്ടിയിലും ഗ്രൂപ്പിലും ഒക്കെ ചെന്നിത്തലയുടെ വിശ്വസ്തരായി നിന്നവർ പലരും പാർട്ടിയിലെ എതിരാളികളായി മാറിയതോടെ ചെന്നിത്തലയ്ക്ക് ശരിക്കും ക്ഷീണം സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ക്ഷീണം അകറ്റി തിരിച്ച് അടിച്ചു കയറി വരാനായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാരയായിട്ട് ഇത്തരം ഒരു സർവേ വന്നാൽ അത് ചെന്നിത്തലയ്ക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ഏകദേശം 69 വയസ്സുണ്ട്. UDFന് ഭരണം ലഭിച്ചാൽ പോലും മുഖ്യമന്ത്രിയാകുവാനുള്ള അവസാന ചാൻസാണ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. സർവേ ഫലത്തെ തള്ളിപ്പറഞ്ഞും അല്ലെങ്കിൽ സർവേ ഫലത്തെ മാറ്റിപ്പറിച്ചുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതും രമേശ് ചെന്നിത്തല വളരെ കരുതലോടുകൂടി അറിഞ്ഞും കൊണ്ട് തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിനാണ് ഇതിലൂടെ ഗുണം ചെയ്യുക എന്നുള്ളത്. ചെന്നിത്തല തള്ളിപ്പറഞ്ഞ സർവേയെക്കുറിച്ച് പിന്നെ ഒരു മറുപടി പോലും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളും പറയേണ്ട കാര്യമുണ്ടോ? തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് UDF ഉപയോഗിക്കാൻ പറ്റുമായിരുന്ന ഒരു ആയുധത്തിന്റെ മുനയാണ് ചെന്നിത്തലയുടെ ഒരു വാക്കിലൂടെ ഇപ്പോൾ ഒടിച്ചു കളഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. BD സതീശന്റെയോ അതല്ലെങ്കിൽ KC വേണുഗോപാലിന്റെയോ കീഴിൽ ഒരു മന്ത്രിസഭയിൽ വെറും മന്ത്രിയായി ഇരിക്കേണ്ടി വരിക എന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് സർവേയിൽ തന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത് പോലും. സർവേകളെല്ലാം തന്നെ ഒരു തട്ടിപ്പ് രീതിയുടെ സ്വഭാവമാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചുപേരുടെ മാത്രം സാമ്പിൾ എടുത്ത് പ്രഖ്യാപിക്കുന്ന ഈ ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് NDTV വോട്ട് വൈബ് സർവേ നടത്തിയപ്പോൾ അത് ഫലത്തിൽ കണ്ടത്. 50%-ലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. സർവേയിൽ പറയുന്ന കാര്യങ്ങളിൽ
മാത്രമല്ല ഭരണം വളരെ മോശമെന്ന് പറയപ്പെടുന്ന 31% ആളുകളുണ്ട്, മോശമെന്ന് പറയപ്പെടുന്ന 20%-ലധികം ആൾക്കാരുണ്ട്, പിന്നെ പറയുന്ന 40% ആളുകളാണ് ഭരണം നല്ലതെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 22% പേർ VD സതീശനെ പിന്തുണ നൽകുന്നു മുഖ്യമന്ത്രിയാകാൻ. പിണറായി വിജയനെ 18% പേർ മാത്രമാണ് ആ സർവേയിൽ പിന്തുണയ്ക്കുന്നത്. പക്ഷെ അവിടെ KK ശൈലജയ്ക്ക് 16% ആൾക്കാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും കിട്ടി 14.5% പേരുടെ പിന്തുണ. അപ്പൊ എന്നും സർവേ അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ നിഷ്പക്ഷരാണ് ആയിട്ടുള്ളവർ വിജയിച്ചു കയറുമെന്നാണ്. പക്ഷേ ഇതിനും താഴെയാണ് നമ്മുടെ വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിന്റെ സ്ഥാനമെന്ന്. UDF 32%-ലേറെ വോട്ട് നേടുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത്. LDF 29%, BJPക്ക് 19%, ഇങ്ങനെയൊക്കെയാണ് അവരുടെ സർവേ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഊഹം വെച്ചിട്ട് അങ്ങ് അടിച്ചുവിട്ടതുപോലെയാണ് ഒരു സർവേ ഫലത്തെ വിലയിരുത്തേണ്ടതെന്ന്. സർവേയിൽ പങ്കെടുത്തവരുടെയൊക്കെ മനസ്സാണ് കേരളത്തിന്റെ മനസ്സ് എന്ന് കരുതാൻ കഴിയില്ല എന്നും, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിനത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപുള്ള 24 മണിക്കൂർ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കും. ദൃശ്യമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും പുതിയ കാലത്ത് അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് വോട്ടർമാരുടെ ചിന്താശേഷിയെ മുൻവിധിയോടുകൂടി കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രമേശ് ചെന്നിത്തലയോട്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇനി ചിന്തിക്കുവാനുള്ള കാര്യം, ഈ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താൻ നടത്തുന്ന നിങ്ങളുടെ ഈ കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കെട്ട കാലത്തെ ബുദ്ധി, ആ ബുദ്ധി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞേക്കും. അല്ലാതെ ഒരു കാലത്തും നിങ്ങൾ മുഖ്യമന്ത്രിയാകില്ല മിസ്റ്റർ ചെന്നിത്തല. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അനുകൂലമാകുന്ന, നിങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു NDTVയുടെ സർവേ ഫലം വരുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന മനോഭാവം സ്വീകരിക്കുന്ന നിങ്ങൾ എത്രമാത്രം അധമനാണ് എന്ന് ചിന്തിക്കുക. രമേശ് ചെന്നിത്തല പോലുള്ളവരൊക്കെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കളാണ്. അവരാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒത്തുകൂട്ടി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കേണ്ടത്. പകരം VD സതീശനെ പോലുള്ള നേതാവിനെതിരെ നിങ്ങൾ പടക്കിറങ്ങുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ തന്നെയാണ് നിങ്ങൾ കുഴിയിലിറക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നേതാക്കളെ തന്നെയാണ് ജയിലിലടയ്ക്കാൻ പോകുന്നത് എന്ന് കൂടി മറക്കാതിരിക്കുക. ചെന്നിത്തലയുടെ ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ 2 ഗ്രൂപ്പുകൾ, പ്രബല ഗ്രൂപ്പുകൾ ചെന്നിത്തലയ്ക്കെതിരെ തിരിയാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. മാത്രമല്ല ചെന്നിത്തല കോൺഗ്രസിനുള്ളിൽ തന്നെ ഒറ്റപ്പെടും. ആ ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ പോകാനിടം രാജീവ് ചന്ദ്രശേഖർ വച്ചു നീട്ടുന്ന തളികയിൽ BJPയുടെ മെമ്പർ സ്ഥാനം ഏറ്റെടുത്ത് BJPക്കാരനായി മാറുക എന്നത് മാത്രമാണ്, ഈ നരേന്ദ്രമോദി ഭക്തനായി തീരുക എന്നത് മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ചെന്നിത്തല BJPയിലേക്ക് കടന്നു പോവുകയായിരിക്കും ചെയ്യുക. ചെന്നിത്തല കോൺഗ്രസിനെ പുലർത്തിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനവും എടുക്കാൻ പോകുക. അത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.